ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ മലേഷ്യൻ കാഴ്ചകൾ 5ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലേഷ്യൻ ക്യാപിറ്റൽ കൊലാലംപൂരിലെ ഞങ്ങളുടെ സ്റ്റേ ഇംബ്യാന ഹോട്ടലിലെ സ്റ്റേ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും അടിപൊളി തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മലേഷ്യയിലെ പ്രശസ്തമായ ബറ്റു കേവ്സും മുരുകൻ ടെമ്പിളും ആണ്. മലേഷ്യയിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളും മോണോ റെയിലും മെട്രോയും ഓവർ ബ്രിഡ്ജും പ്രകൃതി സൗന്ദര്യവും എല്ലാം ആസ്വദിച്ചുകൊണ്ട് സൂപ്പർ ഹൈവേയിലൂടെയുള്ള ഒരു ഡീലക്സ് യാത്ര. കൊലാലംപൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ യാത്രയുണ്ട് ബറ്റു കേവ്സിലേക്ക്. ആദ്യമായി ഞങ്ങളിവിടെ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള ബോർഡ് കണ്ടു. നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ബറ്റു കേവ്സ് എത്തി. ബറ്റു എന്നാൽ മലയ് ഭാഷയിൽ പാറ എന്നാണ് അർത്ഥം. മലേഷ്യയിലെ സെലാംഗൂറിലെ ഗോബാക്കിൽ ചുണ്ണാമ്പ് പാറയിൽ നിന്ന് രൂപപ്പെട്ട ധാരാളം ഗുഹകളും ഗുഹാക്ഷേത്രങ്ങളും ഇത് ആ ഒരു സമുച്ചയം മൊഗോട്ട് അഥവാ കാസ്റ്റ് ലാൻഡ് ഫോമിനെയാണ് ബറ്റു കേവ്സ് എന്ന് പറയുന്നത്.
ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും പ്രശസ്തമായ ഹിന്ദു ആരാധനാലയങ്ങളിലൊന്നാണ് ഈ ഗുഹാസമുച്ചയം. ഇത് ശ്രീ മുരുകന് സമർപ്പിച്ചിരിക്കുന്നത്, അതായത് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീ മുരുകനാണ്. മലേഷ്യയിലെ തമിഴ് ഉത്സവമായ തൈപ്പൂസത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് ഈ അമ്പലം. മലേഷ്യയിലെ ഹിന്ദുക്കളുടെ അഥവാ അവിടുത്തെ തമിഴരുടെ വലിയൊരു വിശ്വാസ കേന്ദ്രമാണ് ഇവിടം. ഇവിടുത്തെ പ്രാർത്ഥനകളും കീർത്തനങ്ങളൊക്കെ കേൾക്കുമ്പോൾ തമിഴ്നാട്ടിലെ മധുരയിലെ പഴനിയിലെത്തിയ മധുരയിലോ അല്ലെങ്കിൽ പഴനിയിലോ ഒക്കെ എത്തിയ ഒരു പ്രതീതിയാണ്. ഏകദേശം 400 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുണ്ട് ഈ കേവ്സിനെന്നാണ് പറയുക. 150 മീറ്റർ അഥവാ 490 അടി ഉയരമുള്ള ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഇവിടുത്തെ കേവ്. ഇത് മലേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് ബട്ടു കേവ്സിലെ മുരുകൻ പ്രതിമ. ഇതിന് 42.7 മീറ്റർ അതായത് 140 അടി ഉയരമുണ്ട്. ഈ മുരുകൻ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമകളിൽ ഒന്നാണ്. കേവ്സ് മുകളിലും മെയിൻ ടെമ്പിൾ താഴെയാണ്. ഏറ്റവും മുകളിലും ടെമ്പിൾ ഉണ്ട്. അവിടേക്ക് പോകാനായിട്ട് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിന് അരികിലാണ് ഈ മുരുകൻ്റെ പ്രതിമ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. സ്റ്റീൽ ബാറുകളും അതുപോലെ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഇതിൻ്റെ പെയിൻറ് ചെയ്യാൻ തന്നെ 300 ലിറ്റർ സ്വർണ്ണ പെയിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കോൺക്രീറ്റ് പടികൾ. ഇത് ആദ്യം വുഡൻ സ്റ്റെപ്സ് ആയിരുന്നു. ഏകദേശം 1939-40 സമയത്താണ് കോൺക്രീറ്റ് പടികൾ നിർമ്മിച്ചത്. 2018 ഈ പടികൾക്ക് പെയിൻറ് ചെയ്ത് അതിമനോഹരമാക്കി. ഇത് മലേഷ്യയുടെ പൈതൃക സൈറ്റിൽ ഒന്നുകൂടിയാണ് കേട്ടോ. ഈ സ്റ്റെപ്പുകളൊക്കെ സ്റ്റീപ്പാണ്, ശരിക്കും ഇങ്ങനെ കുത്തനെ ഉള്ളതാണ്. എന്നെപ്പോലെ പ്രായമുള്ളവർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ഉള്ളവരിത് ഓടി കയറുന്ന കാണുമ്പോൾ നമുക്ക് അതിശയമാണ്. മലേഷ്യൻ സിറ്റിസൺഷിപ്പുള്ള തമിഴരാണ് ഇത്. ഇപ്പോൾ അവരുടെ കീഴിലാണിത്. എൻട്രി ഗേറ്റ് കയറി കഴിയുമ്പോൾ അടുത്ത് തന്നെ അടിപൊളി ടെമ്പിളാണ്. ഫ്രീ എൻട്രി ആണ്. പക്ഷേ ഈ ഷോർട്സൊക്കെ ധരിച്ചു വരുന്ന ആളുകൾ ഇവിടെ നിന്ന് ഒരു ഡ്രസ്സ് തരും. അത് ധരിച്ചിട്ട് വേണം അകത്ത് പ്രവേശിക്കാൻ. എന്നിട്ട് ഈ മുകളിലെ കേവ്സിലേക്കൊക്കെ കടത്തി വിടുകയുള്ളൂ. ഏതായാലും താങ്ക് യു ഫോർ വാച്ചിങ്.